അപ്പോൾ ഗൈസ് കേരള സർക്കാരിൻ്റെ ഓണക്കിറ്റ് 2025 ഓണക്കിറ്റ് കിട്ടിയിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ 2025 ഓണക്കിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസിലാണ് ഈ ഒരു ഓണക്കിറ്റിൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ വീഡിയോയുടെ ഓണർഷിപ്പ് വന്നിട്ട് നേഴ്സ് വ്ളോഗർ മിക്കു റോക്ക് നേഴ്സ് വ്ളോഗർ എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജുകൾ മാത്രമേ ഉള്ളൂ ഓണർഷിപ്പ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നേഴ്സ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നേഴ്സ് വ്ളോഗർ മിക്കു റോക്ക് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലും മിക്കു റോക്ക് നേഴ്സ് വ്ളോഗർ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലുമാണ് ഇതിൻ്റെ വീഡിയോസുകൾ വരുന്നത്. ഓണക്കിറ്റ് 2025 ഓണക്കിറ്റ് സപ്ലൈകോ അഷ്യൂർഡ് ക്വാളിറ്റി. അപ്പോൾ എന്തൊക്കെ ഐറ്റംസിലുണ്ടെന്നുള്ളത് നോക്കാം. നമ്മുടെ കേരള സർക്കാരിൻ്റെ ഇത്തവണത്തെ ഓണക്കിറ്റിൽ എന്തൊക്കെ ഐറ്റംസിലുണ്ടെന്നുള്ളത് നോക്കാം. ശബരിയുടെ അഗ്മാർക്ക് കോക്കനട്ട് ഓയിൽ ഇത് വന്നിട്ട് 100% പരിശുദ്ധി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് ആക്ച്വലി 500 ml വെളിച്ചെണ്ണയ്ക്ക് വന്നിട്ട് റേറ്റ് വരുന്നത് ഏകദേശം 250 രൂപയാണ് റേറ്റ് വരുന്നത്. എക്സ്പയറി ഡേറ്റ് 2026 ഒന്നായി. അതിനുശേഷം നമ്മൾ ഇതിനടുത്ത സാമ്പാർ പൗഡർ വന്നിട്ട് 100 ഗ്രാം സാമ്പാർ പൗഡറാണ് വരുന്നത്. 100 ഗ്രാം സാമ്പാർ പൗഡറിന് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 47 രൂപയാണ് വരുന്നത്. എക്സ്പയറി ഡേറ്റ് കാണുന്നില്ല കേസ്. എക്സ്പയറി ഡേറ്റ് ഉള്ള സംഭവം തന്നെ 2026 എക്സ്പയറി ഡേറ്റ് വരുന്നത്. 2. ഇനി അടുത്ത് വന്നിട്ട് കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടിക്ക് വന്നിട്ട് 100 ഗ്രാമാണ് മല്ലിപ്പൊടി വരുന്നത്. 100 ഗ്രാം മല്ലിപ്പൊടിയാണ് വരുന്നത്. അതിൻ്റെ റേറ്റ് വരുന്നത് 100 ഗ്രാമിന് 22. എക്സ്പയറി ഡേറ്റ് 2026. നമ്മൾ എക്സ്പയറി ഡേറ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പൊക്കെ വീഡിയോസിൽ ചെയ്ത സമയത്ത് ആൾക്കാർ ചോദിക്കാറുണ്ട് ഡേറ്റ് കഴിഞ്ഞ സാധനമാണ് കൊടുക്കുന്നത് എന്നുള്ളത്. അത് അസൂയാലുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. നമ്മൾ ടർമറിക് പൗഡർ മഞ്ഞൾ പൗഡർ വന്നിട്ട് 100 ഗ്രാമിൻ്റെ മഞ്ഞൾ പൗഡർ വന്നിട്ട് 35 രൂപയാണ്. എക്സ്പയറി ഡേറ്റ് വന്നിട്ട് 2026 വരെ എക്സ്പയറി ഡേറ്റും ഉണ്ട്. അതിനുശേഷം സാഗർ ശുദ്ധ് പൊടിയുപ്പാണ്. 1 കിലോയുടെ പൊടിയുപ്പ് വന്നിട്ട് 19 രൂപയാണ് പൊടിയുപ്പ് വരുന്നത്. 2026 വരെ ഇതിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതിനുശേഷം നമ്മൾ കാഷ്യൂ നട്ട് വന്നിട്ട് 50 ഗ്രാം കാഷ്യൂ നട്ടിന് 60 രൂപയാണ് എക്സ്പയറി ഡേറ്റ് വന്നിട്ട്. 2026 വരെ ഉണ്ട് എക്സ്പയറി ഡേറ്റ്. അതിനുശേഷം പരിപ്പാണ്. സാധാരണ പരിപ്പ് ഇത് വന്നിട്ട് 1/4 കിലോ അടുപ്പിച്ചിട്ടുണ്ട് സപ്ലൈകോ. പിന്നെ പയറും 1/4 കിലോയിൽ കൂടുതലുണ്ട്. അതും സപ്ലൈകോ ലേബലുണ്ട്. അതിൻ്റെ ഡേറ്റും എക്സ്പയറി ഒന്നുമില്ല. പഞ്ചസാര വന്നിട്ട് ആക്ച്വലി 1 കിലോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതിനും ഡേറ്റും എക്സ്പയറി ഒന്നും തന്നെ ഇല്ല. അതിനുശേഷം വന്നിട്ട് നമ്മുടെ മിൽമയുടെ ഗീ വന്നിട്ട് ഇതിന് 42 രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. എക്സ്പയറി ഡേറ്റും ഉണ്ട്. ഇതിന് ആക്ച്വലി എത്ര 50 ml അടുപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ട് മുളക് പൊടി വന്നിട്ട് 100 ഗ്രാം 23 രൂപ. എക്സ്പയറി ഡേറ്റ് 2026. അതിനുശേഷം വന്നിട്ട് നമ്മുടെ ചായപ്പൊടി വന്നിട്ട് 1/4 കിലോ അടുപ്പിച്ചിട്ടുണ്ട്. ചായപ്പൊടി 250 ഗ്രാം ഉണ്ട്. എക്സ്പയറി ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ചായപ്പൊടിക്ക് റേറ്റ് വന്നിട്ട് 105 രൂപയാണ് ചായപ്പൊടിയുടെ റേറ്റ് വരുന്നത്. അതിനുശേഷം വരുന്നത് സേമിയ പായസ മിക്സ് 200 ഗ്രാം സേമിയ പായസ മിക്സ് വന്നിട്ട് ഇതിന് റേറ്റ് 50 രൂപ. എക്സ്പയറി ഡേറ്റ് 2026. പിന്നെ വീണ്ടും ഒരു പരിപ്പും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസിലാണ് ഉള്ളത്. അപ്പോൾ എത്ര ഐറ്റംസിലുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം.